അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം. ഒരുപാട് കോൺട്രവേഴ്സികൾക്ക് ശേഷമാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത് 2023. അത് തിയേറ്ററിൽ പോയി കണ്ടില്ല. എന്തുകൊണ്ടും നന്നായെന്ന് എനിക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. തിയേറ്ററിൽ പോയി കാണാഞ്ഞത് സിനിമ എൻ്റെ അടുത്തെങ്ങും റിലീസ് ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അത്രയും ബുദ്ധിമുട്ടിയ ഒരു സിനിമ പോയി കാണാനുള്ളൊരു തോട്ടൊന്നും എനിക്കില്ലായിരുന്നു. കാരണം OTT വന്നിട്ട് കണ്ടാലും മതി എന്നൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് ഞാനൊരു സിനിമ തിയേറ്ററിൽ പോയി കാണാഞ്ഞത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക്, അതൊരു 1.5 മാസത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ OTT വരുന്നത്. OTT വന്നു കണ്ടു കഴിഞ്ഞപ്പം ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് മിസ് ചെയ്തില്ല. സാധാരണ നമ്മളൊരു സിനിമ കാണാൻ പോകാതിരുന്നിട്ട് ചില സിനിമകൾ OTT കാണുന്ന സമയത്ത് നമ്മൾ തോന്നും, ഓക്കെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാനേ എന്നൊരു തോട്ടുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. എന്തുകൊണ്ട് നന്നായി അത്രയ്ക്ക് ഇപ്പം ഒരു മിസ് ദ മാർവൽസുമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ സിനിമ എന്നൊക്കെ പറയാം. അല്ലാതെ ഒരു നല്ല സിനിമ എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും ഉള്ള പെർഫോമൻസോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയോ പ്രസൻറ്റേഷനോ ഒന്നും ഉള്ളൊരു സിനിമ അല്ല അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ആവറേജ് സിനിമ, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സിനിമ കാണുന്നൊരു, നമ്മൾ സാധാ സിനിമ കാണുന്നല്ലോ. DC-യുടെ ഒരു അതിഗംഭീരം ഒരു അടിപൊളി സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സാധാ സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് തരുന്നു എന്നല്ലാതെ വേറൊന്നും ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം DC മാർവലും കൂടെ എനിക്കിത് മത്സരമാണെന്ന് തോന്നുന്നു. എങ്ങനെ ഒരു നല്ലതല്ലാത്തൊരു സിനിമ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ തോന്നുന്നു. കാരണം അവർ അടുത്തുള്ള എല്ലാ സിനിമകളും നോക്കിയാൽ മതി. ദ മാർവൽസ്, ഫ്ലാഷ്, ഇപ്പം അക്വാമാൻ, അങ്ങനെ ഓരോ സിനിമകളും ഒരു ബെറ്റർ എന്ന വേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ്. സിനിമ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബേസ് സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള അല്ലെങ്കിൽ കണ്ടും മടുത്തിട്ടുള്ളൊരു സ്റ്റോറി, പ്രത്യേകിച്ചൊന്നും ഒരു വികാരമില്ലാതെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു ആണെങ്കിൽ പറയാം. അതായത് ഫസ്റ്റ് അക്വാമാൻ, ഫസ്റ്റിന് ശേഷം അറ്റ്ലാന്റിസ് ഒരു കിങ്ങായി ഓർഡർ വരുന്നെങ്കിൽ അക്വാമാൻ വരുന്നു. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമുള്ള സ്റ്റോറിയാണ്. അക്വാമാൻ കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടാകുന്നു. അവിടുത്തെ രാജാവാണ്. 2 ലൈഫ്, അതായത് കടലിലെ ലൈഫും കരയിലെ ലൈഫും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ബ്ലാക്ക് മാൻ്റെ ആ ഒരു അച്ഛനെ കൊന്നതിൻ്റെ റിവെഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അൾട്ടിമേറ്റ് പവർ തപ്പിപ്പോവാണ്. അറ്റ്ലാന്റിക് ആർട്ടിഫാക്ട്സുകൾ തപ്പിപ്പോകുന്നു. അതിനിടയ്ക്ക് ബ്ലാക്ക് ട്രൈഡൻറ്റിൻ്റെ ഒരു വലിയ കിങ്ഡം കണ്ടുപിടിക്കുന്നു. അവിടുന്ന് ഒരു സാധനം കിട്ടുന്നു, ഒരു പവർ കിട്ടുന്നു. അങ്ങനെ ബ്ലാക്ക് ട്രൈഡൻറ്റ് പ്രോമിസ് ചെയ്യാണ് അക്വാമാനെ തോൽപ്പിക്കുക എൻ്റെ കൂടെ എന്നാലെന്നുള്ള നമ്മൾ യൂഷ്വലി കാണാനുള്ള സാധനം. വില്ലിന് വലിയ പവർ കൊടുക്കുന്നു. വില്ലൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, കിങ്ഡം അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അവിടെ നിന്ന് അത് പറ്റില്ല, അക്വാമാനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു. ട്രൈഡൻറ്റിനെ കാണുന്നില്ല, ബ്ലാക്ക് മാൻ്റെ കാണുന്നില്ല. അപ്പം ബ്ലാക്ക് മാൻ്റെ പറ്റിയിട്ട് അറിയാവുന്ന ഒരാൾ ഹാഫ് ബ്രദറായിട്ടുള്ള ഓമാണ്. ഓം ആക്ച്വലി ഇപ്പോൾ പ്രിസണിലാണ്. അങ്ങനെ ഓമിനെ പോയിട്ട് അവിടുന്ന് റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരുന്നു. പിന്നെ ഒരു ബ്രദർ ആൻഡ് ബ്രദർ പാസം കാണിക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടും കൂടെ പോകുന്നു. ഒരു ഐലൻഡിൽ പോയിട്ട് ഇവരവിടേക്ക് എന്താണ് ചെയ്യുന്നത്, എന്തിനാണ്, അതായത് ഒരു ക്ലൈമറ്റ് ചേഞ്ച്, മൊത്തത്തിലൊരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് ട്രൈഡൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട്. അങ്ങനെ ബ്ലാക്ക് മാൻ്റെ മൊത്തത്തിലൊരു വലിയ ഈവിൾ വില്ലനിലേക്കൊക്കെ പോകുന്നൊരു സമയത്തേക്ക് നമ്മളൊരു ഓക്കെ ഒരു നല്ല ക്ലൈമാക്സെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ബ്രദറും ബ്ലാക്ക് മാൻ്റെയും കൂടെ ഒക്കെ കാണിക്കുന്നു. അതിനുശേഷം അപ്പോഴത്തേക്ക് അറ്റ്ലാന്റിയൻസ് വരുന്നു. അങ്ങനെ ഈ ഒരു ബാക്ക് സ്റ്റോറി എങ്ങനെയാണ്, ബ്ലാക്ക് ട്രൈഡൻറ്റ് ആരാണ്, അതാണ് ഇതെന്നുള്ള ബാക്ക് സ്റ്റോറിയൊക്കെ കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ യൂഷ്വലി കാണാറുള്ളത്, അതായത് ഈ ഒരു ഒറിജിനൽ കിങ് അല്ലെങ്കിൽ ആ ഒരു കിങ്ഡത്തിലെ ബ്ലഡ് ലൈനിലെ ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബ്ലാക്ക് ട്രൈഡൻറ്റിന് ആ ഒരു ഫുൾ പവർ കിട്ടുള്ളൂ. അപ്പം യൂഷ്വലി കാണാനുള്ള കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകുന്ന സെയിം സാധനം തന്നെ ഇതിനകത്ത് കാണിക്കുന്നു. കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അക്വാമാനും ടീമും പോകുന്നു, കൊച്ചിനെ രക്ഷിക്കുന്നു. അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. അതിനിടയ്ക്ക് ഓം ആക്ച്വലി ഒരു ഹാഫ് വില്ലനായിട്ടാണ് ഫസ്റ്റിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വലിയ ആ ഒരു ബ്ലാക്ക് ട്രൈഡൻറ്റ് ആ ഒരു പവർ ഇയാൾക്ക് കൊടുക്കാന്നുള്ള രീതിയിലേക്ക് ഇയാളെ പൊസസ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അക്വാമാൻ വന്നിട്ട് ബ്രദർ പാസം, ഫാമിലി പാസം കാണിക്കുന്നു. ഭയങ്കര രീതിയിൽ ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് ആ ഒരു പ്രോസസ്സിൽ നിന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഇതൊക്കെ കാണിക്കുന്നു. ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ കാണിക്കുന്നു. പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് യൂഷ്വലി അത് നമ്മൾ ഈ സാധനം കണ്ട് മടുത്ത സാധനമാണ്. അത് തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. അതിനുശേഷം അക്വാമാൻ ബ്ലാക്ക് മാൻ്റെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ബ്ലാക്ക് മാൻ്റെ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ബ്ലാക്ക് മാൻ്റെ ചാവുന്നു, വില്ലനെ കൊല്ലുന്നു. അതിനുശേഷം ഹാപ്പിയായിട്ട് എല്ലാവരും പിരിയുന്നു. ആ ഒരു വലിയ കിങ്ഡം, അതായത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഒരു വലിയ കിങ്ഡം എർത്തിൽ, അതായത് ലാൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട് അവർ എല്ലാവരും കാണിക്കുകയാണ്. ഇങ്ങനൊരു ലോകം കൂടി ഉണ്ടെന്ന് കാണിക്കുന്ന രീതിയിൽ സിനിമ നിർത്തുന്നു. ഇങ്ങനൊരു ഹാപ്പി എൻഡിങ് കൊടുക്കുന്നു. അങ്ങനെ കാണിച്ച് ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊക്കെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു നല്ല സിനിമ എന്നോ, ഇപ്പം അക്വാമാൻ ഫസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനിമയാണ് അക്വാമാൻ ഫസ്റ്റ്, പിന്നെ നല്ലൊരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ ഒരു ആംബർ ഹെർഡ് ജോണി ഡെപ്പ് വിഷയം നടന്നുകൊണ്ട് ആംബർ ഹെർഡിൻ്റെ
സീൻസ് കുറേ കട്ട് ചെയ്തിട്ട് കളയേണ്ടി വന്നു. എന്തായാലും നന്നായി. അതുകൊണ്ട് തന്നെ കുറേ അധികം സീനുകളിൽ ഒരു മാക്സിമം ഒരു 10-15 മിനിറ്റ് മാത്രമേ അമ്പറിഡ് ഉള്ളൂ. അത് വളരെ നല്ലതായിട്ട് വേണമെങ്കിൽ പറയാം. ഇതേപോലെ ഇതിനകത്ത് എന്തോ സാധനം മിസ്സിങ്, സീൻസൊക്കെ മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞ കുറേ റിപ്പോർട്ടുകൾ നടപ്പുണ്ടായിരുന്നു. എന്തായാലും ഉള്ളതൊക്കെ വെച്ച് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ആവറേജ് സിനിമ. അതേ ഉള്ളൂ അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം.